എല്ലാം ഒതുക്കിയോ? നല്ല ഘനത്തിൽ 2-3 സ്ലീപ്പിംഗ് ഹിൽസ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അടുത്ത ഫ്ലൈറ്റ് വരുന്നതിന് മുമ്പേ ഈ മുറിയുന്നേ ആ മുറിയിലോട്ട് മാറ്റാം. ചത്ത ഭാരം തന്നെ. അനാവശ്യം പറയൂ കേട്ടോ. വല്ലതും പറ്റിയാലേ ഉത്തരം പറയേണ്ടത് ഞാനാ. വയസ്സുകാലത്ത് നിങ്ങളെല്ലാം കൂടെ എന്നെ ജയിലിൽ കേട്ട് ഇതവിടെ. അവിടെ വരുന്നുണ്ട്. എങ്ങനെ ഇവിടെ എത്തി? എന്റെ മനസ്സിനോടൊപ്പം ശരീരവും ഇവിടെ പറന്നെത്തി. പത്മയുടെ ഈ ചന്ദനവർണ്ണ മുഖം ചുവന്ന് തുടുക്കുന്ന കണ്ട എനിക്ക് സഹിക്കാൻ പറ്റില്ല. വരൂ, നോക്ക്. അനിലിനെ ഞാൻ പറഞ്ഞയച്ചു. പത്മയ്ക്ക് വേണമെങ്കിൽ ഈ മുറി ഉപയോഗിക്കാം. വേണ്ട, ഇനി ശ്യാമിന്റെ ഒരു ഔദാര്യം എനിക്ക് വേണ്ട. ഇത് ഔദാര്യമല്ല, പത്മയുടെ അവകാശമാണ്. ആ അവകാശവും സ്വാതന്ത്ര്യവും എന്നോട് കാണിക്കണം. അതാണ് യഥാർത്ഥ സ്നേഹം. ആ സ്നേഹത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ ഇവിടെ ഇറക്കി വിടാൻ തയ്യാറാണ്. ശ്യാം എപ്പോഴും അങ്ങോട്ട് സ്നേഹം ആവശ്യപ്പെടുന്നു, ഇങ്ങോട്ടത് കാണുന്നില്ലല്ലോ. പ്ലീസ് പത്മ, ഇത്ര ക്രൂരമായിട്ട് എന്നോട് സംസാരിക്കരുത്. ഒരു പെണ്ണിന്റെ മനസ്സറിയാനുള്ള കഴിവ് ശ്യാമിനില്ല. ഒരു പെണ്ണിന്റെ എന്നല്ല, ഒരുപാട് പെണ്ണുങ്ങളുടെ മനസ്സറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്ന് വെച്ചാ പിന്നെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് വിമൻസ് സൈക്കോളജി എന്ന പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അല്ല, ശ്യാമിന് വേറെ പെണ്ണുങ്ങളുമായി അടുപ്പമുണ്ടെന്നല്ലേ പറഞ്ഞു വന്നത്? പെൺകുട്ടികളായാലേ കുറച്ച് അടക്കമൊക്കെ വേണം. എന്താ ചന്തക്കടയാണെന്ന് വിചാരിച്ചോ? ഒന്ന് പോയി വലിയ തത്വം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. ആന കാര്യത്തിലാണ് ചില കാര്യം. ദയവ് ഇത് ദേഷ്യപ്പെടരുത്. ഞാൻ പറയുന്ന കേൾക്കാൻ, കഥ ഓർക്കാൻ. എന്റെ ചക്കരയല്ലേ, എന്റെ പഞ്ചാരല്ലേ, മോളെ വാതിൽ ഉറക്കാൻ. അയ്യോ, അമ്മ എവിടെ പോകുന്നു? ഞാൻ പോകുന്നു. എന്താ കാര്യം? ഞാൻ പോകുന്നു. നിങ്ങൾ കാശെടുത്തുന്ന പോലെ നിങ്ങളെ വായ കിടക്കുന്നൊന്നും കേൾക്കാൻ എന്നെ കൊണ്ട് വയ്യ. എന്താ കാര്യം? നേരത്തെ ആളോ പോച്ചിന്റെ കഴിവിന്ന് വിളിച്ചില്ലേ? ആര് വിളിച്ചു? അമ്മ ഇങ്ങനൊരു വണ്ടി ആയിപ്പോയോ? എലീനെ പോന്നു. ഓരോ സെക്കൻഡിലും എലീനെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ച വിഷമിച്ചിരിക്കായിരുന്നു. ഇപ്പൊ വന്നേ ഉള്ളോ? ഇനി എന്നെ ഓർത്ത് ശ്യാം അധികം വിഷമിക്കേണ്ടി വരില്ല. എന്താ കാര്യം? എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. സംസാരിച്ചോളൂ. ഞാൻ പോകുന്നു. പുറത്തോട്ടല്ല, അകത്തോട്ട്. എങ്ങോട്ടെങ്കിലും ഒന്ന് പോണം. നീ പറഞ്ഞാൽ ഞാൻ എങ്ങനെ പോകണം? എനിക്ക് സൗകര്യമില്ല. എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. നോക്കണ്ട, ഞാൻ പോയിക്കോളാം. എന്നെ പോണം. എന്താ? What happened? മുഖവര് പറഞ്ഞ് സമയം കളയുന്നില്ല. നമുക്ക് പിരിയാം. അയ്യോ, തമാശയ്ക്ക് പോലും അങ്ങനെ പറയരുത്. എന്റെ ഹൃദയം വളരെ ലോലമാണ്. അത് തല്ലി തകർത്ത് കളയരുത്. എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരും. അതിന് ഹാർട്ട് ഉണ്ടെങ്കിലല്ലേ നമ്മുടെ ബന്ധം മുന്നോട്ട് പോവുകയില്ലെന്ന് എനിക്ക് മനസ്സിലായി. കർത്താവിന് സ്തുതി. പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ എലീന ഇന്നലെ വരെ എന്റെ ഭാവി വധുവായിരുന്നില്ലേ? ഇന്നലെ വരെ എനിക്ക് അനിലുമായി അടുക്കാൻ കഴിഞ്ഞിരുന്നില്ലല്ലോ. അയ്യോ, അനിലോ? അടുപ്പോ? എന്റെ എലീന എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അനിൽ ശ്യാമിനെ പോലെയല്ല, മുഖംമൂടി ഇല്ലാത്തൊരു സുഹൃത്തായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അയ്യോ, അത് വെറും തോന്നലാണ്. എലീനയ്ക്ക് നിർബന്ധമാണെങ്കിൽ എന്നിൽ നിന്ന് ഒഴിഞ്ഞോളൂ. പക്ഷെ അവനോട്ട് അടുക്കരുത്. അവന്റെ മുഖം കൂടി ഞാൻ ഇളക്കി കാണിച്ചു തരാം. പെട്ടെന്നൊരാളുമായി കേറി അടുക്കുന്ന അപകടമാണ് എലീന. ഒരു സ്നേഹബന്ധത്തിന്റെ നിർണായക ഘടകം ദീർഘമായ ഒരു കാലയളവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും കാലത്തിനിടയിൽ ഇന്ന് മാത്രമാണല്ലോ എനിക്ക് ശ്യാമിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിന് തന്നെ വേറൊരാളിന്റെ സഹായം വേണ്ടി വന്നു. ഓക്കെ ശ്യാം, എന്നോട് ദേഷ്യം തോന്നരുത്. കഴിഞ്ഞതൊക്കെ നമുക്ക് മറന്നു. എന്താ ഇവിടെ നിൽക്കുന്നത്? എല്ലാം അങ്ങനെ ചുമ്മാ ഒഴിയാൻ പറ്റുമോ? ഞാൻ പറയുന്നത് കേൾക്കാൻ, കഥ തുറക്കാൻ. എടാ കഴിവറ മോനെ, നീ ഇവിടെ വാ. ശ്യാമവിടെ അളിയാ. ഞാനേ ഒരു ചെടി നട്ടു.
എന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ഞാനതിന് വെള്ളവും വളവും നൽകി. വല്ല പശുക്കളോ ആടുകളോ അത് തിന്നാതിരിക്കാൻ ഞാൻ കണ്ണിൽ എന്നെ ഒഴിച്ച് കാത്തിരുന്നു. എന്റെ ചെടി വളർന്നു, പൂത്തു, കാച്ചു. ഒരു സുപ്രഭാതത്തിൽ ഒരു അലവലാതി വന്ന കാവറിക്കാൻ ശ്രമിച്ചാൽ ഞാൻ വിടണോടാ? വിടലിയാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ എന്റെ എന്നാ തല്ലെങ്കിൽ തല്ലും. ഞാൻ കൊല്ലോടാ, കൊല്ലോടാ. മോളെ, ഇവിടെ ഡാൻസ് പ്രാക്ടീസ് നടക്കാണ്. ഞാൻ പോയിക്കോട്ടെ. എന്നിട്ട് അവരൊന്ന് ജീവിച്ചു. അയ്യോ, എവിടെ പോകുന്നു? ആ മുറിയിൽ ഹീറ്റർ വർക്ക് ചെയ്യുന്നില്ല. എനിക്ക് കുളിക്കണം. അയ്യോ, അത് പറ്റില്ല. കാരണം അത് പിന്നെ ഇവന് കുളിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു? നീ പറഞ്ഞു. നീ മറന്നായിരിക്കും. ആദ്യം കുളിക്കേണ്ടവർ ആദ്യം കുളിക്കട്ടെ, അല്ലെങ്കിൽ ഇത് ഈ വീട്ടൊരു ശാപമാണ്. ഈ വീട്ടിലെ സമാധാനം നഷ്ടപ്പെടും. അതെനിക്ക് ഇഷ്ടമല്ല. അല്ലെ? എനിക്ക് അങ്ങനെ ചില വിശ്വാസങ്ങളുണ്ട്. സത്യമായിട്ടും അല്ലേ? അതെ അതെ അതെ. പിന്നെ ഡിക്കമ്മയുടെ മുറി പോയി കുളിച്ചോ. പോ. തലക്ക് പിടിക്കാൻ എന്നെയല്ല, തലക്ക് പിടിക്കാം. നീ കാലി പിടി. അവിടെ അയ്യോ, I too. ആ മുറിയിൽ ഫാൻ കറങ്ങുന്നില്ല. ഞാൻ ഈ മുറിയിൽ വന്ന് കിടന്നോളാം. സോറി ലീല, ഈ മുറിക്കകത്ത് ഡിക്കമായി കിടക്കാം. എന്നെ വിളിച്ചോ? ഡിക്കമായി ഈ മുറിയിലാണെന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞോ? അല്ല, നീ കേട്ടോ? ഞാൻ ശ്രദ്ധിച്ചില്ല. അവനോട്ട് ശ്രദ്ധിച്ചിട്ടുമില്ല, ഞാൻ ഒട്ട് പറഞ്ഞിട്ടുമില്ല. പറഞ്ഞു പറഞ്ഞു ചിലപ്പോ ഡിക്കമ്മയ്ക്ക് ഈ മുറി കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അതവര് പറഞ്ഞാൽ നമുക്ക് കിടത്താതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഡിക്കമ്മയ്യ എലിനയുടെ ചെവിയുടെ കുഴപ്പമായിരിക്കും. ഓക്കെ, ഫാൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ വേണ്ട. കുറച്ച് ഐസ് വാട്ടർ വേണം. വെക്കുമ്പോ നിങ്ങൾക്ക് എന്ത് പറ്റി? കൊറേ നേരം ആയല്ലോ.
കെട്ടിപ്പിടിക്കുന്നു, ഡാൻസ് കളിക്കുന്നു. തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഞങ്ങൾ അങ്ങനെ അല്ലേ അളിയാ? ഓ, മറന്നു. കൊച്ചേ, മിൽക്ക് ഇസ് റെഡി. കുടിച്ചിട്ട് പോ. ഐ എം സോറി. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. ക്ഷമിക്കണം. അയച്ചു. അളിയ, ഗുഡ് ബൈ. നീ എവിടെ പോന്നു? നിനക്ക് തല്ലി മതിയായെങ്കിൽ ഞാൻ പോന്നു. മതിയായി അളിയ, മതിയായി. ഈ ലോകത്തൊരു നരകമുണ്ടെങ്കിൽ അത് ഇതാണ്, ഇതാണ്, ഇതാണ്. ഇന്നത്തെ നരകം നാളത്തെ സ്വർഗമാണ് അളിയ. നിത്യാബോധങ്ങളെ, ഗുഡ് ബൈ. ഇവിടെ ഈ നടുക്കടലിൽ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ നിന്നെ പോകാൻ സമ്മതിക്കൂല. എന്നാലൊരു കാര്യം ചെയ്യ്, എന്നെ അങ്ങ് കൊല്ല്. അതായിരിക്കും ഇതിനും ഭേദം. നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എല്ലാം കലങ്ങി തെളിയും. നാളെ കാലത്ത് എല്ലാം പിരിയും. പിന്നെ കടൽ ശാന്തം. എലീന നിനക്ക്, പത്മേന്ദു എനിക്ക്. കോംപ്രമൈസ്? ഓക്കെ? ഉറപ്പാണോ? എന്റെ അച്ഛനാണ് സത്യം. ഹലോ, ഹലോ. പതുക്കെ, മറ്റുള്ളവര് കേൾക്കും. മറ്റുള്ളവരോ? ഇവിടിപ്പോ നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. അല്ല, നമ്മളിപ്പോ ഇവിടെ 3 ഉള്ളൂ. എന്നാലും അവിടെ അടുത്ത ഫ്ലാറ്റിലുള്ളവർ കേൾക്കണ്ടല്ലോ. രാത്രിയില് ഞാൻ ശ്യാമിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ശ്യാമിന് എന്നോട് അശേഷം ആത്മാർത്ഥയില്ലെന്ന് മനസ്സിലായത് കൊണ്ട് പറഞ്ഞു പോയതാണ്. ക്ഷമിക്കില്ലേ? അത് പിന്നെ സംശയമുണ്ടോ? ഞാനത് അപ്പോഴേ ക്ഷമിച്ചില്ലേ. യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ ഇൻ ദിസ് ഫൈൻ മോർണിംഗ്. താങ്ക് യു. ആരേത്? ആരേത്? നിങ്ങൾ തമ്മില് പരിചയമില്ലല്ലേ? അന്റെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാ. ഫ്ലൈറ്റിന് സമയം. ഞങ്ങളോട്ടെ. പരിചയപ്പെടുത്തുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? അത് ഞാൻ മറന്നു. ഇത് പത്മ സുബ്രഹ്മണ്യം. ഞങ്ങളോട്ടെ. പരിചയപ്പെടുത്തൽ പൂർണ്ണമായില്ല. പത്മ സുബ്രഹ്മണ്യം ഈ വീടിനകത്ത് എങ്ങനെ എത്തിപ്പെട്ടു എന്നാ ചോദിച്ചത്. ഇവിടെ അത് പറയാൻ മറന്നു. പത്മ ഒരു എയറോസ്റ്റസ് ആണ്. എന്ത് അത്ഭുതമാണെന്ന് നോക്കിക്കോളെ. അല്ല് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എയറോസ്റ്റസ്. നിങ്ങൾ ഈ മുറിയിൽ എന്ത് ചെയ്യായിരുന്നു? ഞാൻ എന്റെ യൂണിഫോം ധരിക്കായിരുന്നു. അതെ അതെ, എയറോസ്റ്റസ് ആണെങ്കിൽ യൂണിഫോം വേണമല്ലോ. ഇപ്പൊ ക്ലാർക്കോ ബാങ്കിലോ ജോലിക്കാരാണെങ്കിൽ യൂണിഫോം വേണ്ടല്ലോ അല്ലേ? അതെ അതെ അതെ. പത്മയ്ക്ക് ഫ്ലൈറ്റിന് സമയമായി. അനിലിനെ കുട്ടി പരിചയമുണ്ടോ? ഉണ്ടല്ലോ. ഇവർ ഈ വീട്ടിൽ എന്തിനു വന്നു? അനിലിന് ഇങ്ങനൊരു കാമുകനുണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നതും പ്രേമിക്കുന്നതും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നതും. എവിടെ വെച്ച് പരിചയപ്പെട്ടു? അവിടെ വെച്ച്. ഇവിടെ വെച്ച് തന്നെ. ശ്യാമം ഈ പെൺകുട്ടിയായിട്ട് എന്താണ് ബന്ധം? ശ്യാം, പോകുന്നതിന് മുൻപ് എന്റെ ചോദ്യത്തിന് മറുപടി പറയണം. ശ്യാം എന്തുകൊണ്ട് ഈ കുട്ടിയെ വ്യക്തമായി എനിക്ക് പരിചയപ്പെടുത്തി തന്നില്ല? എന്റെ ഭാഗവരനാണ് ശ്യാം. ശ്യാം എന്ന് മുതലാണ് നിങ്ങളുടെ ഭാഗവരനായത്. ഒത്തിരി നാളായല്ലോ. ഓഹോ, മിസ് പത്മ, ഒത്തിരി നാളായി നിങ്ങളുടെ ഭാഗവരനായി കഴിയുന്ന ശ്യാമിന്റെ ഭാവി വധുവായിരുന്നു ഇന്നലെ വരെ ഞാൻ. അതെ, ഇവിടെ എന്റെ കാമുകയായിരുന്നു. പക്ഷേ ഞാൻ നിന്റെ കാമുകനായിരുന്നു. രണ്ടും ഒന്ന് തന്നെയാ. അതെ. പിന്നെ ഇവൾ പിന്നെ അനിലിന്റെ കാമുകിയായപ്പോൾ ഞാൻ പിന്നെ ഞങ്ങൾ ഇന്നലെ മാത്രം പരിചയപ്പെട്ടവരാണ്. ഈ പരിചയപ്പെട്ട ഇന്നലെ ആണെങ്കിലും പ്രേമം തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അതാണല്ലോ പ്രശ്നം. അതെ, അത് ശരി. രണ്ടുപേരും കൂടെ ചേർന്നുള്ള ഒത്തുകളിയാണല്ലേ? അനിലിനെ എലീനെ കല്യാണം കഴിച്ചോളൂ. എന്നെ വഞ്ചിച്ച ഒരു പെൺകുട്ടിയാണെങ്കിലും ഞാൻ മാപ്പ് തന്നിരിക്കും. ഒരേ സമയത്ത് നമ്മുടെ രണ്ടുപേരുടെയും കാമുകനായിരുന്നു ഈ വിരുദ്ധ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇപ്പോ പത്മ എന്റേത് മാത്രമാണ്. എലീന അനിലിന്റെ മാത്രമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ
ഇനി ഒരൊറ്റ പെൺകുട്ടിക്ക് പോലും കടന്നു വരാൻ സാധ്യമല്ല. ഞങ്ങൾക്ക് മാപ്പ് തന്ന് ഞങ്ങളുടെ കൂടെ ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇന്നും ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു, ആത്മാർത്ഥമായി, നിങ്ങളെ മാത്രം. സത്യം, സത്യം. ശ്യാം, എന്താ ഇത്? ആരാ ഇതൊക്കെ? എന്നാ പിന്നെ ഞാനും കൂടെ അങ്ങനെ കഥയുടെ ക്ലൈമാക്സും തുടങ്ങി. എനിക്ക് ശ്രീകുട്ടി ഒന്ന് അത്യാവശ്യം. നിങ്ങളാരാ? എന്റെ പേര് ശ്യാം. ഞാൻ ശ്രീകുട്ടിയുടെ. അവള് 8 മണിയുടെ ഫ്ലൈറ്റിന് പോയി. നിങ്ങൾക്ക് തരാനായിട്ട് ഒരു എഴുത്തിവിടെ തന്നിട്ടുണ്ട്. ഏട്ടനെ സ്നേഹിച്ചു പോയി എന്നൊരു കുറ്റം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഒളച്ചേട്ടൻ ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അദ്ദേഹം എന്നോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു. ഏട്ടനെ സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും സുന്ദരികളായ കുറെ കാമുകിമാരുണ്ടല്ലോ, അവരോടൊത്ത് ഏട്ടൻ സുഖമായി ജീവിക്കുക. ആളപ്പാടെ കുഴപ്പമായി. ഞാൻ വണ്ടി അപ്പുറത്ത് പാർക്ക് ചെയ്തിരുന്നു. അതിന്റെ അപ്പുറത്താണ് വണ്ടിയുടെ ഉടമസ്ഥന്റെ വീട്. അയാൾ എന്റെ തള്ളക്ക് വിളിച്ചിട്ട് വണ്ടി എടുത്തോണ്ട് പോയായിരുന്നു. ശ്രീകുട്ടി 8 മണിയുടെ ഫ്ലൈറ്റിൽ പോകും. ഇനി 1/2 മണിക്കൂറേ ഉള്ളൂ. അണ്ണാ എനിക്കൊരു 5 മിനിറ്റ് വരും. ഞാൻ നല്ല സ്മാർട്ട് വണ്ടി കൊണ്ടുവരാം. നീ വാ, അണ്ണൻ കൂടെ വാ. Excuse me, ട്രിവാൻഡ്രം ഫ്ലൈറ്റ് പോയാ? പോയല്ലോ, ജസ്റ്റ് നീ ആളെ കൊണ്ടാക്കി. ശ്രീകുട്ടി, ഐ എം സോറി. അണ്ണന്റെ കള്ളക്കളി ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മളെ മുല്ല കമ്പനി അവസാനിപ്പിക്കണം. എനിക്ക് എന്റെ തടി ചെയ്തേക്കാൻ വയ്യ. നീ ആ മോനെ അങ്ങോട്ട് വരും. ഇത് വെച്ചാണല്ലോ നിന്റെ കൊലച്ച പരിപാടികളൊക്കെ. ആ ഒരു ആ കൈ ഒന്ന് നീട്ടി. നീട്ട്, ഇങ്ങോട്ടിട്ട് പറ. നീ ഐശ്വര്യമായിട്ട് കാറിലോട്ടൊന്ന് കയറിയാ. ഒരു കാര്യം ഉണ്ടെങ്കിൽ വണ്ടിയുടെ മുമ്പ് കെട്ടായിരുന്നു. ഇതെങ്ങനെയാ ഇത് തുറക്കുന്നത്? അത് തുറന്നാ മതി. മുമ്പ് കയറിയുന്നാട്ടെ. ഇതെങ്ങനെ? അയ്യോ അണ്ണാ, കയറിക്കോ, അണ്ണാ കയറിക്കോ.